പ്രിയമുള്ളവരെ, ഈയിടെയായി നമ്മുടെ സർക്കാർ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളെ സൂംബ ഡാൻസ് എന്നൊരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് തീരുമാനമായി. അത് പഠിപ്പിച്ച് സ്കൂളിൽ കണ്ടിന്യൂസ്ലി നടത്തിക്കൊണ്ടിരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ തീരുമാനം നടപ്പാക്കി തുടങ്ങിയത് മുതൽ അതിനെതിരെ ശക്തമായ എതിർപ്പുമായി വളരെ വലിയ ചില വർഗീയവാദികൾ ഇവിടെ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഈ വർഗീയവാദികളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് പല്ലിയുടെ ചിന്ത പോലെയാണ്. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് അത്രേ. കാരണം ഈ ഉത്തരത്തിൻ്റെ കീഴിലിരിക്കുന്ന പല്ലി കരുതുന്നത് ഈ ഉത്തരം താങ്ങിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ രക്ഷിക്കുന്നതെല്ലാം പല്ലിയാണെന്നാണ്. അതുപോലെ ഈ രാജ്യത്തെ, നമ്മുടെ മതനിരപേക്ഷത രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നത് തങ്ങളാണ്, തങ്ങളെ കൊണ്ടേ അത് കഴിയും, മറ്റാരും ചെയ്യാൻ പാടില്ലെന്നൊരു ധാർഷ്ട്യവും ശാഠ്യവുമാണ് ഇതിന് പിന്നിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരമൊരു സൂംബ ഡാൻസ് പഠിപ്പിക്കുന്നതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ കാരണങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ജീവിക്കുന്നത്, ഇടകലർന്ന് ഇടപഴകുന്നത് അത് മതത്തിനെതിരായ ധാർമ്മികതയാണ്, ധാർമ്മികതയല്ല അധാർമികതയാണെന്നാണ് ഈ വർഗീയവാദികളുടെ പ്രചരണം. അതിന് ഇവർ ശക്തമായി സർക്കാരിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഈ സൂംബ ഡാൻസ് എന്താണെന്നതിനെ കുറിച്ച് ഒരു വിചിന്തനം നടത്തി നോക്കാം. ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1990-കളിൽ കൊളംബിയയിൽ നിന്നാണ് ഇതിൻ്റെ ജനനം. പക്ഷേ ഇത് ബ്രസീലിയൻ, കരീബിയൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സംഗീതത്തെയും ഡാൻസിനെയും പാട്ടിനെയും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മറ്റു രീതിയിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്ത് നടത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ഈ ഡാൻസിൻ്റെ പ്രയോജനകരമായ അവസ്ഥയെന്ന് പറയുന്നത്, ഈ ഡാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിലൂടെ തന്നെ അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും റീഓർഗനൈസ് ചെയ്യാനും നമ്മുടെ തലച്ചോറിൻ്റെ കണക്ടിവിറ്റി റീഓർഗനൈസ് ചെയ്യാനും ധാരാളം എൻജോയ് ചെയ്യാനും കുട്ടികളെ അനുവദിക്കുകയും അവരെ ഹാപ്പി മൂഡിലാക്കി നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു കലയായിട്ടാണ് ശാസ്ത്രലോകം, അതായത് മനഃശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ വിദഗ്ധരും ഇതിനെ കാണുന്നത്. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നമ്മുടെ രക്തത്തിലെ പ്രാണവായുവിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ശുദ്ധീകരിക്കാനും കഴിയുന്ന ഒരു വ്യായാമ മുറ കൂടിയാണ് ഇത്തരമൊരു മുറ. അങ്ങനെയാണ് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട സംവിധാനം ഒരു സ്കൂളുകളിൽ നടപ്പാക്കുമ്പോൾ ഇവിടെ ഇന്നലെ മെനഞ്ഞാന്ന് കണ്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനായ അദ്ദേഹം വിളിച്ച് പറയുന്നത്, ഞങ്ങൾ ഹിന്ദുക്കൾക്കും ഇതിനെ എതിർക്കണമെന്നുണ്ട്, പക്ഷേ പുരോഗമനവാദികളെ പേടിച്ചാണ് ഞങ്ങൾ എതിർക്കാത്തത്. മുസ്ലിങ്ങൾക്ക് നട്ടലുണ്ട്, അതുകൊണ്ട് എതിർക്കട്ടെ എന്നാണ്. അപ്പോൾ എല്ലാ വർഗീയവാദികൾക്കും ഭരണത്തിൽ ഇടപെട്ട് ഭരണം അട്ടിമറിച്ച് ഇവരുടെ വരുതിയിൽ കൊണ്ടുവരണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് ഈ വർഗീയ മതമൗലികവാദികളുടെ പ്രവർത്തനം. അതല്ലാതെ ഒരു സർക്കാർ, മതനിരപേക്ഷ സർക്കാർ നടപ്പാക്കുന്നതിനെ അഭിപ്രായം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്, തങ്ങളുടെ സ്കൂളുകളിൽ അത് പഠിപ്പിക്കത്തില്ല, ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തമ്മിൽ ഇടപഴകി ജീവിക്കുന്ന ധാർമ്മികയ്ക്ക് വിരുദ്ധമാണെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ പഴഞ്ചൻ തത്വശാസ്ത്രം, ആ മതബോധനം ഇന്നും നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്ന ഈ കഴുതകൾ ഏത് നാട്ടിൽ, ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. കാരണം അവർ പറയുന്നത് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു വർഗീയവാദി ഇരുന്ന് പറയുന്നത് പാശ്ചാത്യതയാണ്, പാശ്ചാത്യതയുടെ ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന. ഈ പാശ്ചാത്യതയൊന്ന് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കാത്ത ഈ വർഗീയ കോമരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ആദ്യം എടുത്തു നോക്കൂ. വൈദ്യുതി എവിടെ നിന്നാണ് ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചോ? വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടിവിയും മൊബൈൽ ഫോണും ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചോ? അതോ നിങ്ങൾ ഏതെങ്കിലും മതപണ്ഡിതന്മാർ കണ്ടുപിടിച്ചോ? ഇതൊക്കെ പാശ്ചാത്യ ലോകത്തിൻ്റെ സംഭാവനയാണ്. മാത്രമാണോ, നിങ്ങൾ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ ചെന്ന് മരുന്ന് മേടിക്കുന്നത് ആര് കണ്ടുപിടിച്ചതാണ്? ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചോ? ഇന്ത്യക്കാരൻ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ?
ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കൻ കമ്പനികളും മറ്റ് പാശ്ചാത്യ കമ്പനികളുമാണ് ഇന്ത്യയിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ മരുന്ന് വാങ്ങി കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം ഭേദമാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ നൃത്തവും സംഗീതവും സംസ്കാരവും നമ്മൾ സ്വാംശീകരിക്കാൻ പാടില്ല എന്ന് ഈ മതബോധനം തികച്ചും വർഗീയവും അനാവശ്യവുമാണ്. അതൊന്നും ആധുനിക ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ജീവിക്കാൻ പാടില്ലെന്ന ഈ ദുശാഠ്യം ഇനിയെങ്കിലും ഒഴിവാക്കാൻ നിങ്ങൾ തീർച്ചയായും ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ധാർമ്മികത അനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയാകുമായിരുന്നു, മഹാനായ ശാസ്ത്രജ്ഞനാകുമായിരുന്നു, ഇന്ത്യയുടെ മിസൈൽമാനാകുമായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽമാനായത്, ശാസ്ത്രജ്ഞനായതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ രാമേശ്വരത്ത് തൻ്റെ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ പത്രം വിറ്റ് നടന്നിരുന്ന ന്യൂസ് പേപ്പർ ബോയിയായി ജീവിച്ച അദ്ദേഹം ഒരുപക്ഷെ ഒരു പത്ര മുതലാളിയായേക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലും ആ രാമേശ്വരത്തുള്ളവരൊക്കെ അത്ര തന്നെ വളർന്ന് പന്തലിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം നാട് വിട്ടു പോയതുകൊണ്ട്, നിങ്ങളുടെ ഈ മത ധാർമ്മികതയെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ആ മനുഷ്യന് അവിടെ വരെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾ ഈ ധാർമ്മികതയിൽ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. നിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും. മാത്രമല്ല, നിങ്ങളെ നിയന്ത്രിക്കാൻ ഈ മാതാപിതാക്കൾക്കൊരു പരിധി കഴിഞ്ഞാൽ എന്താണ് അവകാശം? 18 വയസ്സ് കഴിയുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ കാര്യങ്ങൾ നടത്താനും നോക്കിക്കൊണ്ടുപോകാനും കഴിവും ഉത്തരവാദിത്വവും ബോധ്യവുമുള്ള ഒരു പൗരനായി വളർത്തിയെടുക്കുന്നതാണ് ഇവിടെ ഏത് രാജ്യത്തിൻ്റെ, ആധുനിക രാജ്യത്തിൻ്റെ, ഏത് ലോകത്തിൻ്റെയും ഉത്തരവാദിത്തം. അങ്ങനെ വളർന്നു വരേണ്ട നിങ്ങളെ ഈ അധാർമികത എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. മതം ധാർമ്മികത എന്ന് പറയുന്ന ഈ അധാർമികതയെ അനാശാസ്യങ്ങളും അടിച്ചേൽപ്പിച്ച് നിങ്ങളെ വളർത്തിയെടുത്ത് നശിപ്പിക്കുകയാണോ നന്നാക്കുകയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അതിന് ഞാൻ ഏറ്റവും അവസാനം നടന്ന ഒരു സംഭവത്തെ ഉദാഹരിച്ച് പറയാം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പുതുക്കോട്ടെന്ന സ്ഥലത്ത് നിന്ന് അനീഷ എന്നൊരു പെൺകുട്ടി, അവിവാഹിതയായ ഒരു പെൺകുട്ടി, 2 കുഞ്ഞുങ്ങൾ, അവൾ പ്രസവിച്ച 2 കുഞ്ഞുങ്ങളെ കൊന്ന അസ്ഥികൂടവുമായി അതിൻ്റെ അവശിഷ്ടങ്ങളുമായി കാമുകൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ആ പെൺകുട്ടി 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ലവറുമായി ഗർഭം ധരിച്ചതും ഈ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൊല്ലേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ഈ 2 കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ആ പെൺകുട്ടിയെ ശപിക്കാനും തെറി പറയാനും ആക്ഷേപിക്കാനും നമുക്കെല്ലാവർക്കും കഴിയും. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി എത്തിച്ചേർന്നു? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മതനിരപേക്ഷത ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിയുന്നവർക്ക് മൗലികാവകാശമുണ്ട്. സെക്സിൽ, അതായത് ഇണചേരാനും അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ എല്ലാ മനുഷ്യനും അവകാശമുണ്ട്. അതവൻ്റെ മൗലികാവകാശമാണ്. ആൺകുട്ടിയുടേതായാലും പെൺകുട്ടിയുടേതായാലും അങ്ങനെ ഒരു അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ വർഗീയ മത ഫാസിസ്റ്റുകൾക്ക് കഴിയാറുണ്ടോ? അവരത് അംഗീകരിച്ചിട്ടുണ്ടോ? അവർ മതം പഠിപ്പിച്ചാണ് ഇവിടെ മനുഷ്യനെ വളർത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ പെൺകുട്ടിക്ക് അവൾ ഗർഭിണിയായതിന് ശേഷം, അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന്, സാർ എനിക്ക് കോൺട്രാസെപ്ഷൻ വേണം, എനിക്ക് സെക്സിൽ ഏർപ്പെടണമെന്ന് താല്പര്യമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അതിനുശേഷം ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു സുഹൃത്തിനോട് പറയാൻ പറ്റുമോ? അമ്മയോട് പറയാൻ പറ്റുമോ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? ആരെങ്കിലും ആ കുട്ടി ഒന്ന് സഹായിക്കാനുണ്ടോ? നമ്മുടെ ഈ രാജ്യത്തല്ലാതെ വേറെ ഈ മതവർഗീയവാദികളെന്ന് ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന ആ പാശ്ചാത്യ രാജ്യങ്ങൾ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ടോ? അവർക്കവിടെ കോൺട്രാസെപ്ഷൻ നടത്തുന്നതിനും അത് വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിന് യാതൊരു എതിർപ്പുകൾക്കുമില്ല.
യാതൊരു എതിർപ്പുകളുമില്ല. അവർക്ക് ഒറ്റയ്ക്കായാലും ഒരു കൂട്ടുകാരെ കൂട്ടിയാലും അമ്മയെ കൂട്ടിയാലും എവിടെയും ചെന്ന് ഏത് ഹോസ്പിറ്റലിലും ചെന്ന് അബോർഷൻ നടത്തുന്നതിനോ മറ്റ് കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുന്നതിനോ ഒക്കെ മാർഗങ്ങളുണ്ട്. അവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. മതങ്ങളുടെ ധാർമ്മികതയിൽ വളർത്തിയെടുക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ അത്തരം കുട്ടികൾക്ക് അത്തരം ഒരു ബോധമില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി 10 മാസക്കാലം ഗർഭിണിയാണെന്ന വിവരം ഒരു ലാബ് ടെക്നീഷ്യനായി ജോലിക്ക് പോകുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലും അറിയിക്കാതെ ഒളിച്ചു പിടിച്ചുകൊണ്ട് നടക്കുകയും അവസാനം കുറ്റവാളിയായി തീരേണ്ട സാഹചര്യം ഒരുക്കിയതും ആരാണ്? ഇവിടുത്തെ പുരോഗമനവാദികളാണോ? ശാസ്ത്രീയ വീക്ഷണമാണോ? ശാസ്ത്രീയ ധർമ്മമാണോ അത്? നിങ്ങളുടെ വർഗീയവാദികൾ ഇവിടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്ന മതമൗലികവാദ ധാർമ്മികതയാണ് ആ കുട്ടിയെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്. അങ്ങനെ ആ കുട്ടിയെ മാത്രമല്ല, ഈ സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഗീയ മത ഫാസിസ്റ്റ് പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പാണ്ഡിത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് നിങ്ങൾ മതനിരപേക്ഷ പുരോഗമന സംസ്കാരവുമായി യോജിച്ചു പോകുന്നതെന്നാണ് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ അടിച്ചമർത്തി ശീലിക്കാതിരിക്കുക. അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വളരട്ടെ. ഞാൻ അബ്ദുൽ കലാമിൻ്റെ കഥ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യനും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറ്റകൃത്യങ്ങളും ബലാത്സംഗങ്ങളും പീഡനങ്ങളും നിശേഷമില്ലാതാകുമെന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്നതാണ്. നമ്മുടെ ഒരു പെൺകുട്ടിക്ക് ഒരബദ്ധം സംഭവിച്ചാൽ അത് പരിഹരിക്കുന്നതിന് പകരം അവളെ ആക്ഷേപിച്ചും അവളെ ജയിലിലടച്ചും പീഡിപ്പിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്? നിങ്ങൾ ഈ മതമൗലികവാദികൾ ഇനിയെങ്കിലും ഈ മതവെറി ജനങ്ങളെ പഠിപ്പിച്ച് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്മാറണമെന്നും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഈ മതവെറിയുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ വെറിയുടെയും ഒന്നും അടിമയായി തീരാതെ സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുഡ് ബൈ.